ബെലൂർ മഗ്ന ദൗത്യത്തിൽ കർണാടക വനവകുപ്പ് ഉദ്യോഗസ്ഥരും അരിക്കൊമ്പൻ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ അരുൺ സക്രിയയും ദൗത്യത്തിന്റെ ഭാഗമാകും. നാളെ അരുൺ സക്രിയ ദൗത്യ സംഘത്തോടൊപ്പം ചേരും. ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ആനയെ മയക്കുവെടി വെക്കാനുള്ള സംഘം ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു കഴിഞ്ഞു. തെരച്ചിൽ രാത്രിയും തുടരും. പേരുകളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം രാത്രിയും തെരച്ചിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ ഇപ്പോൾ കർണാടക വനവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൗത്യം ഇനിയുള്ള മണിക്കൂറുകളിൽ എത്രത്തോളം നിർണായകവുമാണ്. സുരേഷ്, ഏറ്റവും നിർണായകമായ ഒരു മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ആനയെ കൃത്യമായ രീതിയിലേക്ക് ആന എത്തി നിൽക്കുന്ന സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. കർണാടകയിൽ നിന്നെത്തിയ സംഘം കൂടി ഇന്ന് ഈ തിരച്ചിലിന് നേതൃത്വം നൽകാൻ എത്തിയിരിക്കുന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. കാരണം കേരളത്തിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏതാണ്ട് 200-ലധികം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ കഴിഞ്ഞ 3 ദിവസമായി കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയും കൃത്യമായി ആനയെ വെടിവെക്കുന്നതിനും മയക്കുവെടി വെക്കുന്നതിനുള്ള ഒരു കൃത്യമായ ഒരു ഇടവേളകളിലും നടന്നിരുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള ദുഷ്കരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇന്നും രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഈ ഒരു മയക്കുവെടി വെക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലം കാണാതെ വിഫലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനായി നമുക്കൊപ്പം ഇന്ന് ഈ ദൗത്യ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന ശ്രീജിത്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ ഗോകുലുണ്ട്. അവരോടുകൂടി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്തായാലും ശ്രീജിത്ത് ദൗത്യ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ ഓരോ സമയങ്ങളിലെ നീക്കങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിരുന്നത് ഈ ഒരു മല പോലുള്ള ഒരു പ്രദേശത്ത്, കുന്നിൻ പ്രദേശത്ത് ഈ ആന നിലയുറപ്പിച്ചതായിരുന്നു ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയത്. എന്താണ് ആ ഒരു ഈ കുന്നിനേക്കാൾ ഈ ദൗത്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് കൂടെയുള്ള മോഴയാനയാണ്. ഈ ആനയ്ക്കാണ് ഈ കാട്ടിക്കുളത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളത്. മറ്റേ കർണാടകയിൽ നിന്നും എത്തിയ ആനയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയില്ല. ഈ പുതിയ ആവാസ വ്യവസ്ഥയാണ്, അത് ബേലൂറുമായി ബന്ധപ്പെട്ട് ജീവിച്ചതായിരുന്നു ആ ആന. പക്ഷേ ഈ സ്ഥലത്തെത്തിയപ്പോൾ ഈ ആനയ്ക്ക് കൂടെയുള്ള ആന വഴിതെളിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. അത് നാം ഇന്നലെ കണ്ടതായിരുന്നു. അത്തരത്തിൽ ഈ ദൗത്യ സംഘത്തിനെ ആക്രമിക്കാനാണ് പാഞ്ഞടിക്കുന്ന ദൃശ്യങ്ങൾ വന്നിരുന്നു. അതോടൊപ്പമാണ് സൂചിപ്പിച്ചത് എങ്ങനെ ഈ മേഖല, ഈ കുന്നിൻ ചെരുവും, അതോടൊപ്പം ഇന്നലെ തോൾപ്പെട്ടി സഞ്ചരിച്ച് ഈ മേഖലയിലേക്ക് കടക്കാൻ കാരണം അവിടെ ഒരു കുളമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തമായ വിവരമുള്ളത് ഈ കാട്ടിക്കുളത്തുള്ള ഈ മോഴയാനയ്ക്കാണ്. ഇത് വഴിതെളിച്ചാണ് നിലവിൽ ഇത്തരത്തിൽ ഈ കുന്നിൻ്റെ മുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ് പ്രധാനമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കർണാടകയിൽ നിന്നുള്ള ഒരു സംഘം കൂടി ഇന്ന് തെരച്ചിലിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം, മുമ്പും ഇത്തരം ഈ ഒരു ആനയെ പിടികൂടിയ സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ നീക്കങ്ങളും അതോടൊപ്പം തന്നെ നേരത്തെ അറിയാവുന്ന ഒരു സംഘം കൂടിയാണ്. അതിലുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുക? 2017 മുതൽ ഈ ആന ബേലൂർ മേഖലയിൽ തോട്ടങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. തുടർന്നായിരുന്നു ഈ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാവുകയും അവിടെ ഒരു വൃദ്ധയെ ഈ ആന ചവിട്ടിക്കൊന്നിരുന്നു. അതിൻ്റെ ഫലമായിരുന്നു, പ്രതിഷേധത്തിൻ്റെ ഫലമായി നവംബർ 30-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ ഈ ആന, ഈ മോഴയാനയെ കർണാടക വനംവകുപ്പ് പിടികൂടുന്നത്. നിലവിൽ ആ ദൗത്യ സംഘത്തിൽപ്പെട്ടവരായിരുന്നു ഇന്ന് ഉച്ചയോടെ ഈ ബേഗൂർ പ്രദേശത്തെത്തിയത്. കാരണം തുടർച്ചയായി 6 ദിവസമായി ഈ ദൗത്യം നടക്കുന്നു. ഈ ദൗത്യം പരാജയപ്പെടുന്നു. തുടർന്ന് ഈ കുന്നിന് മുകളിൽ കയറി ഇറങ്ങുന്ന സ്ഥലമെന്ന് പറയുന്നത് തിരുനെല്ലിയാണ്. ആ ജനവാസ മേഖലയാണ്. ഇനി ഈ മേഖലയിൽ നിന്ന് കുന്നുചെരുവ് ഇറങ്ങി പോകുകയാണെങ്കിൽ ഈ ദൗത്യത്തിൻ്റെ പൂർണ്ണമായി പരാജയപ്പെടും. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ തന്നെയാണ് ഈ അവസാന ഘട്ടം എന്ന നിലയിൽ കർണാടകയുടെ സഹായം തേടിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ സിഗ്നലുണ്ട്, റേഡിയോ കോളർ സിഗ്നലുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് ഉണ്ടായിരുന്നത്. തുടക്കം മുതൽ തന്നെ ഈ റേഡിയോ കോളറിൻ്റെ സിഗ്നൽ ലഭിച്ചില്ല. അതിനാൽ തന്നെയാണ് ഈ കാട്ടാന ഈ വയനാട്ടിലേക്ക് എത്തിയതും. അതുകൊണ്ടായിരുന്നു ഈ ബാംഗ്ലൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിൻ്റെ സഹായം തേടി അവരും ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരായിരിക്കും ഇനി ഈ സിഗ്നലിനെ ട്രേസ് ചെയ്ത് കേരള വനംവകുപ്പിന് സഹായം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അരുൺ സക്രിയയും ഇതിലേക്ക് എത്തുന്നുണ്ട്. അരുൺ സക്രിയെ കുറിച്ച് നമുക്കറിയാം, ഇത്തരത്തിലുള്ള അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടും 2 മാസം മുമ്പായിരുന്നു വാഗേരിയിൽ ഇത്തരത്തിൽ ഒരു കടുവ ഇറങ്ങിയിരുന്നു. അന്നും അവസാനമായി വനംവകുപ്പ് സഹായം തേടിയത് അരുൺ സക്രിയയുടേതായിരുന്നു. അത്തരത്തിൽ നാളെ വളരെ പ്രതീക്ഷയുള്ള ദിനമാണ്. കുങ്കിയാനകളുണ്ട്. ഇത്തരത്തിൽ കർണാടകയിൽ നിന്നുള്ള വനംവകുപ്പ് അധികൃതർ എത്തിയിട്ടുണ്ട്. അരുൺ സക്രിയ എത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം ഇന്നലെ ഉണ്ടായിരുന്നത് കർണാടകയിലെ ബാവലി പ്രദേശത്തായിരുന്നു. ബാവലി പ്രദേശത്ത് ഈ ആനയെ വെടിവെക്കുകയായിരുന്നെങ്കിൽ 20 മിനിറ്റ് വരെ ഈ ആന ഓടി മുന്നോട്ട് പോകും. മയക്ക് വെടി വെച്ച ശേഷം 20 മിനിറ്റ് വരെ ഈ ആനയ്ക്ക് ഓടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 20 മിനിറ്റ് ഓടുകയാണെങ്കിൽ അത് കർണാടകയിലേക്കായിരിക്കും പോകുന്നത്. അത്തരത്തിൽ കേരളത്തിൻ്റെ സർക്കാരിൻ്റെയാണ് ഇത്തരത്തിൽ ഈ ആനയെ പിടികൂടുക, മയക്ക് വെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യവും ഉത്തരവുമുള്ളത്. കർണാടകയുടെ ഭാഗത്ത് അത്ര ഉത്തരവില്ല. അതിനാൽ തന്നെ ഇത് കർണാടകയ്ക്ക് പോകുകയാണെങ്കിൽ ഈ ദൗത്യം പൂർണ്ണമായി അവിടെ വെച്ച് നിർത്തേണ്ട ആവശ്യകതയാണ്. അതുകൊണ്ടായിരുന്നു ഇന്നലെ പൂർണ്ണമായി അവിടെ വെയിറ്റ് ചെയ്തത്. ഇന്നലെ വെടിവെച്ചില്ല.
സാധിച്ചില്ല. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായിരുന്നു തോൽപ്പട്ടിയുടെ റോഡ് കടന്ന് ആദ്യമായി ഈ മോഴയാന ഇത്തരത്തിലുള്ള തിരുനെല്ലി പ്രദേശത്തില ഈ ബാവലിയിലും അതോടൊപ്പം ഈ പനവല്ലി പ്രദേശത്തെല്ലാം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നാളെ ഏറെ പ്രതീക്ഷയുള്ള ദിനമാണ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇന്ന് ജനവാസ മേഖലകളിലൊക്കെ ഗോകുല് സഞ്ചരിച്ചിരുന്നു. അവരുടെ പ്രതിഷേധങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ നീരസങ്ങൾ അരിഷ്ടങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. അവരുടെ ഒരു വലിയ ആശങ്കയോടെ, കാരണം സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടിൽ ജീവിക്കേണ്ടി വരുന്നു, രാത്രി പോലും ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഒരു വലിയ തീർത്തും അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്കല്ലേ ഈ ഒരു പ്രദേശത്തെ ജീവിതം ഒന്നാകെ പോകുന്നത്? അതെ, ഓരോ ദിവസം കടന്നു പോകുന്തോറും ഇവിടുത്തെ ഈ മേഖലയിലെ മാനന്തവാടി മേഖലയിലെ ഈ മേഖലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 2-3 വാർഡുകളിലായിരുന്നു നിരോധനാജ്ഞയെങ്കിൽ ഇന്ന് തിരുനെല്ലി പഞ്ചായത്തിൽ 5 മുതൽ 11 വരെയുള്ള വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായി ഇവിടെയുള്ള ജനങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടത്. അവരുടെ ജീവിതം രാവിലെ നമ്മുടെ പ്രവർത്തനം തുടങ്ങുന്നത്, അവരുണരുന്നതും നമ്മുടെ ക്യാമറയുമായി പോകുന്നതും ഒരേ സമയത്ത് തന്നെയാണ്. അപ്പോൾ അവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല, കളിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മൾ ഓരോ ദിവസവും ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, മോനെ നമുക്ക് എൻ്റെ കുട്ടിയെ ഒന്ന് കടയിലേക്ക് പറഞ്ഞു വിടാൻ, ഒരു സാധനം മേടിക്കാൻ പറഞ്ഞു വിടാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇവരുടെ ജീവിതം വളരെ ദുഷ്കരമായ രീതിയിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വയനാടേക്ക് ഡെപ്യൂട്ട് ചെയ്ത് കോഴിക്കോട് നിന്ന് വയനാടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആനയെ പിടിക്കുക, ആന ഇവിടെ ഇറങ്ങി ഒരു മനുഷ്യൻ്റെ ജീവൻ അപഹരിച്ചു, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാണ് വന്നത്. എന്നാൽ ഇന്നലെ വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു കടുവ ഇറങ്ങിയ സാഹചര്യം. ഓരോ ദിവസവും വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളാണ് ഇവരുടെ ജീവിതത്തെ ദുഷ്കരമാക്കിക്കൊണ്ട് വളരെ ഭയാനകമായ ആശങ്ക പരത്തിക്കൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് വകുപ്പിനെതിരെ ഉന്നയിക്കുന്നത്. നോക്കൂ, ഈ ആന നമ്മുടെ അജീഷിന്റെ ജീവൻ കവർന്നിട്ട് ഇന്ന് 7ാമത്തെ ദിവസമാണ്. 7 ദിവസമായിട്ട് പോലും വകുപ്പ് മന്ത്രിയോ സ്ഥലം MLA അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒന്നും ഈ സ്ഥലത്ത് വരികയോ ഇവരുടെ ജീവിതത്തിന്റെ എങ്ങനെയാണ് ഇവർ പോകുന്നതെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനോ തോളിത്തിട്ട് സമാധാനിപ്പിക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഇവിടെയുള്ള ജനങ്ങൾ വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. കോഴിക്കോട് നിന്നൊരു 10 ലക്ഷം രൂപ നമ്മൾ ഇന്ന് അജീഷിന്റെ വീട്ടിൽ പോയി ആ കുട്ടിയെ കണ്ടു, കുട്ടിയോട് സംസാരിച്ചു. എനിക്ക് 10 ലക്ഷം രൂപയല്ല വേണ്ടത്, എനിക്ക് എൻ്റെ ഡാഡിക്ക് സംഭവിച്ചത് ഇനി മറ്റാർക്കും സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിൽ വളരെ വൈകാരികമായിട്ടാണ് 8 വയസ്സുള്ള കുട്ടി പ്രതികരിക്കുന്നത്. ഈ കുട്ടിയുടെ പ്രതികരണം ഈ രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി ഇത്ര പക്വതയോട് കൂടിയിട്ട് എൻ്റെ ഡാഡിക്ക് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കാൻ പാടില്ല, എനിക്ക് പണമല്ല വേണ്ടതെന്ന് പറയുമ്പോൾ ആ കുട്ടി എത്രത്തോളം നാളുകളായിട്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട്, ഈ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാം. 13 വയസ്സുള്ള കുട്ടിയാണ് നമ്മളോട് പറയുന്നത്, എൻ്റെ ഡാഡിക്ക് സംഭവിച്ചത് ഇനി മറ്റൊരാൾക്ക് സംഭവിക്കാൻ പാടില്ല. വളരെ പക്വതയോടുകൂടി ആ കുട്ടി പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ 6 ദിവസം ഈ ദൗത്യം പിന്നിടുന്നു, ആനയെ പിടികൂടാൻ വേണ്ടി സാധിക്കുന്നില്ല. വകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വനം വകുപ്പ് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചും പുതിയ അപ്ഡേഷൻസ്, ഇപ്പോൾ 25 അംഗ സംഘത്തെയാണ് കർണാടകയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഈ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന 25 സംഘം 10 ദിവസം എടുത്തിട്ടാണ് ബേലൂരിൽ നിന്ന് ഈ മകനെ പിടികൂടുന്നത്. ഇന്നിപ്പോൾ 7ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും വ്യത്യസ്ത തരത്തിലുള്ള പ്രതിസന്ധികൾ ഇവർക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്നു. അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ അതൊന്നും നമുക്ക് ഈ ജനജീവിതത്തെ ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടുത്തി ഇങ്ങനെ ഞങ്ങൾക്ക് മുമ്പിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ ജീവിതം സ്വൈര്യമായി കൊണ്ടുപോകുക എന്നുള്ളത്. ഇത് ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ പ്രതിഷേധം വരും ദിവസങ്ങളിലും വ്യാപകമാവാനേ സാധ്യതയുള്ളൂ. തീർച്ചയായും അതുതന്നെയാണ് സ്വസ്ഥമായുള്ള ഒരു ജീവിതം, സുരക്ഷിതമായ ഒരു ജീവിതം, സ്വൈര്യത്തോടെയുള്ള ഒരു ജീവിതം, അതുതന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ, നേരത്തെ ഗോകുല് സൂചിപ്പിച്ചു, അവരൊരു ചോദ്യമുണ്ട്, തങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികളുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്താത്തതിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകാതെ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഒരു സഹായഹസ്തവുമായി അവരൊക്കെ തന്നെ എത്താത്തതിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് ഉണ്ട്. എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം. അതോടൊപ്പം തന്നെ ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ ഈ കുങ്കിയാനകളൊക്കെ ഉപയോഗിച്ചുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ എത്രയും വേഗം ഈ ആനയെ പിടികൂടാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തന്നെ ഇവിടെ അത്യാവശ്യമായി തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം അത്ര വലിയ ഒരു ജനരോഷം എല്ലാ മേഖലകളിലുമുണ്ട്. അതോടൊപ്പം തന്നെ സ്വൈര്യമായി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ നിലവിലുള്ളത്. സുരേഷ്.